ഹലോ. ഹലോ. എടോ, ഉം. ഞാൻ അയച്ച സാധനമെല്ലാം കിട്ടിയോ? അതൊക്കെ കിട്ടി. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അല്ല, എൻ്റെ സംസാരത്തിൽ അതൊന്നും കിട്ടിയില്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. എല്ലാതും കിട്ടി. എൻ്റെ പൊന്നു മോളല്ലേ. ഇനി അല്ല, എല്ലാം കിട്ടിയോന്ന് ചോദിച്ചാ. എല്ലാതും കിട്ടി, എല്ലാവർക്കും കിട്ടി. എനിക്ക് മാത്രം കിട്ടിയില്ല. എന്താട്ടോ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ എങ്ങനെ പറയണ്ടേ? അതിൽ കൂടുതൽ തനിക്കുള്ളല്ലേ തന്നത്? അതൊക്കെ ശരി തന്നെ. പക്ഷെ എനിക്കൊരു സാധനം മാത്രം തന്നില്ല, ബാക്കി എല്ലാവർക്കും അത് കൊടുത്തു. അത് സാരമില്ല, നമുക്ക് അടുത്തതിൽ പരിഹരിക്കാം. വല്ലാണ്ട് പരിഹരിക്കേണ്ടത്. ഈ ദേഷ്യപ്പെടല്ലേ. എനിക്ക് ദേഷ്യമൊന്നുമില്ല ആരോടും. എനിക്ക് ഭയങ്കര സങ്കടം എൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ. മറ്റുള്ളവർക്കും സങ്കടമാവില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ? ഒന്ന് ചിരിക്കടോ. ചിരിയൊന്നും വരുന്നില്ല. ഷോ, ഇങ്ങനെ പറയില്ല. എല്ലാവർക്കും കൊടുത്തു, എനിക്ക് മാത്രം തന്നില്ല. എന്താ തരാത്ത? അത് ഞാൻ പറയുന്നില്ല. എനിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അതിനുള്ളിൽ പാക്ക് ചെയ്താൽ വിട്ടത്. ഇനി എന്താ തരാത്ത? എൻ്റെ മാത്രമുണ്ട് ഒരു ലോഡ്. എനിക്കൊന്നും അയക്കണ്ട. ഇങ്ങനെ ഓലോടെന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അനക്കുള്ള എല്ലാം തന്നില്ലേ? ഒന്നും തന്നില്ല. എല്ലാം തന്നു. ഉം. എൻ്റെ ഒരു കണക്കൂട്ടലെല്ലാം തന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ഫുഡ് കഴിച്ചാ? അതെല്ലാതും കഴിഞ്ഞു. എന്താ നമുക്ക് വിഷമം പോലെ ദേഷ്യം? എനിക്ക് ദേഷ്യമില്ല, വിഷമമില്ല. എന്നാലും എന്താ ഉണ്ട് ഉള്ളിൽ. എല്ലാവർക്കും കൊടുത്തു, എനിക്ക് മാത്രം തന്നില്ല മിഠായി. പടച്ചോനെ, അതാണോ എൻ്റെ വിഷമം? എനിക്ക് ഇഷ്ടം പോലെ മിഠായി അയച്ചത്. ഇനി മിഠായിക്ക് എന്തിനാ ഇങ്ങനെ വെള്ളം വെക്കുന്നത്? ഈ ബേളൊന്നും എനിക്ക് സങ്കടം വന്നതാ. ഒരു മിഠായിക്ക് വേണ്ടിയൊക്കെ സങ്കടം വരുമോ? ഒരു മിഠായിൽ എന്തൊക്കെ ഉണ്ട്? എന്തുണ്ട്? സ്നേഹം ഉണ്ടാവില്ലേ? നിങ്ങൾ സ്നേഹത്തോടെ കൊടുത്തു വിട്ടായിരുന്നു. പടച്ചോനെ, ഇങ്ങനൊരു പെണ്ണ്. ഒരു മിഠായിക്ക് വേണ്ടി ആരെങ്കിലും അടിവിടുവോ? ഞാനൊക്കെ ചെയ്യും. അതാ എൻ്റെ സ്വഭാവത്തിൻ്റെ. എൻ്റെ സ്വഭാവത്തിൻ്റെ ഒന്നല്ല. പിന്നെ ഒരു മിഠായി എങ്കിലും എനിക്ക് കൊടുത്തേക്കായിരുന്നില്ലേ? അങ്ങനെയല്ലടോ. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് വാങ്ങിയതാ. അപ്പം എല്ലാവർക്കും കിട്ടണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അല്ലാണ്ട് വിചാരിക്കണ്ട ഞാൻ. എൻ്റെ സ്നേഹത്തിനും എൻ്റെ ഇഷ്ടത്തിനും എല്ലാം മേടിച്ചിരിക്കുന്നത്. പിന്നെ ഇനി എന്തെന്നാടോ ഒരു മിഠായിക്ക് വേണ്ടി അടികൂടുന്നത്? ഞാൻ മിഠായിക്കൊന്നും അടി കൂടിയിട്ടില്ല. ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞതാ. ഒരു മിഠായിക്ക് വേണ്ടിയൊക്കെ എനിക്ക് സങ്കടം വരുമോ? ഞാൻ പിന്നെ എല്ലാവർക്കും കൊടുത്തു, എനിക്ക് മാത്രം തന്നില്ല. ഇങ്ങനെയുണ്ടോ ഒരു കൊതിച്ച് പെണ്ണ്? കുതിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എൻ്റെ പൊന്നു മോളല്ലേ. അടുത്തതിൽ അയക്കുമ്പോൾ മൊത്തം മിഠായി അയക്കുള്ളൂ പോരെ? അത് വേണ്ട. അതെന്താ? അടുത്തപ്പം ഞാൻ അങ്ങോട്ട് വരല്ലോ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിത്തരാമെന്നെങ്കിൽ അത് പോരെ? ഞാൻ വെറുതെ വരണതോ. അല്ല, എൻ്റെ സംസാരമൊക്കെ കേട്ടപ്പോഴേ ഒരു സാഡ് ഫീലിങ്. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമൊക്കെ വന്നു. ഇപ്പോഴോ? ഇപ്പൊ കുറവാ. അതെനിക്കറിയാം. അല്ലെങ്കിലും കുറയും. ഇപ്പം ഹാപ്പി ആയില്ലേ? പിന്നെ നമുക്ക് അടുത്തതിൽ പരിഹരിക്കാം കേട്ടോ. ആയിക്കോട്ടെ. ഒന്ന് ചിരിച്ചേ. ചിരിച്ചു. കേട്ടില്ല. കേൾക്കണ്ട. ഒന്നുമില്ല പ്ലീസ്.